സഹായിക്കണം, സ്നേഹിക്കണം, അനുസരിക്കണം. ഉപാധികളില്ലാതെ എന്നോട് എപ്പോഴും സഹവർത്തിക്കണം. ഭാര്യ എപ്പോഴും എന്നെ സഹായിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവളായിരിക്കണം. മക്കളാണെങ്കിലോ ഞാൻ പറയുന്നത് മാത്രം അനുസരിക്കണം, ഞാൻ പറയുന്ന കോഴ്സ് എടുക്കണം. സഹപ്രവർത്തകരെല്ലാവരും എന്നോട് വളരെ മാന്യമായി പെരുമാറണം എന്നിങ്ങനെ നിർബന്ധ ബുദ്ധി പിടിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളിൽ നിരാശയും പകയും വളരെ വലിയ രീതിയിൽ തന്നെ മനസ്സിൽ രൂപപ്പെടാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പരിപൂർണമായ നിലവാരങ്ങൾക്കനുസരിച്ച് മറ്റുള്ളവർ പ്രവർത്തിക്കുന്നില്ല എന്നൊരവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തിയോട് വൈരാഗ്യം ഉടലെടുക്കുന്നു. അത് ഭാര്യയോ മക്കളോ സഹപ്രവർത്തകരോ നമ്മുടെ കീഴുദ്യോഗസ്ഥരോ ആരുമായിക്കൊള്ളട്ടെ. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളിൽ സംഭവിക്കുന്ന ഒരവസ്ഥയുണ്ട്. അവർ നമ്മളോട് ഇടപെടുന്ന സമയത്ത് വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ അക്രമാസക്തമായ രീതിയിൽ നിങ്ങൾ അവരോട് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യും. കയ്യിൽ നിന്ന് സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ അതൊരു പക്ഷേ വാക്കുതർക്കത്തിലൂടെ കൊലപാതകത്തിൽ വരെയും ചെന്നു നിൽക്കാം. അതിനുശേഷമാണ് നമ്മൾ ചിന്തിക്കുക ഇതെന്താണ് എന്നിൽ സംഭവിച്ചത് എന്ന്. പക്ഷെ ഇത്തരമൊരവസ്ഥ നിങ്ങളിൽ സംഭവിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിനൊരു തീരുമാനമെടുക്കാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട്. അവിടെയാണ് നിരാശയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പകയിലേക്ക് എത്താതെ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകം സൃഷ്ടിക്കാൻ കഴിയുന്നതും നമ്മുടെ മനസ്സിനെ നിയന്ത്രണാതീതമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതും. പലപ്പോഴും നമ്മളെ വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്ന ചില ന്യൂസുകൾ നമ്മൾ കേൾക്കാറുണ്ട്. നിസ്സാര ചില്ലറ പൈസയുടെ കാര്യത്തിൽ ചായക്കടക്കാരന് ചായയുടെ ചില്ലറ ബാക്കി ചോദിച്ചതിന് കൊലപാതകം നടന്നു. റോഡിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ വാക്കുതർക്കത്തിനിടയിൽ കൊലപാതകം നടന്നു. പച്ചക്കറിക്കാരനോട് കൊലപാതകം നടത്തേണ്ട ഒരു അവസ്ഥ വന്നു. തുടങ്ങിയതൊക്കെ ഇതൊക്കെ നമ്മുടെ മനസ്സ് നിയന്ത്രണാതീതമായി പോകുന്ന അവസ്ഥ കൈകാര്യം ചെയ്യുമ്പോഴാണ്. ഇതിലാണ് നമ്മൾക്ക് ഈ പക എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. എന്തുകൊണ്ട് പക വരുന്നു? നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തിത്വം സംതിങ് ആണ് എന്ന ഒരു ധാരണ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ധാരണയെ മറിച്ചിടാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമ്മളെ പോലെ തന്നെ ബഹുമാനം അർഹിക്കുന്ന, ഈച്ച് റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു ബോധ്യവും നമ്മൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് അന്യായമായ പ്രവൃത്തിയിലേക്ക് എത്തിച്ചേരില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. നമ്മൾ ഈ അന്യായമായ പ്രവൃത്തി അല്ലെങ്കിൽ കൊലപാതകങ്ങൾ, ദേഷ്യം, ധാർഷ്ട്യം ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ജീവൻ തന്നെയാണ്. നമ്മൾ തന്നെ പെട്ടെന്നുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങൾക്കിടയിൽ ഒരു കൊലപാതകിയായി മാറുന്നു. ഇതുപോലെ തന്നെ അപകടകരമായ മറ്റൊരവസ്ഥയാണ് നിരാശ. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരാൾ നമ്മളോട് പ്രവർത്തിച്ചില്ല, പെരുമാറിയില്ല എന്ന് കരുതി നമ്മളുടെ ഉള്ളിൽ ഉദ്ഭവിക്കുന്ന ഒരവസ്ഥയാണ്, ഒരു വികാരമാണ് നിരാശ. എന്തുകൊണ്ട് നിരാശപ്പെടണം? നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഒരു ബോധ്യമുണ്ട്, ലക്ഷ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ട കാര്യങ്ങളില്ല. നമ്മളെ വിശ്വസിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. അവിടെ നിരാശ ഉദ്ഭവിക്കുന്നില്ല. നിരാശയും പകയും ജീവിതത്തിന്റെ വേറൊരു ലക്ഷ്യത്തിലേക്കാണ് നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുക. ലക്ഷ്യമില്ലാത്ത ഒരു ലക്ഷ്യം. ജീവിതത്തിൽ നമ്മളെല്ലാവരും ഗോൾ സെറ്റ് ചെയ്യണം എന്ന് കേട്ടിട്ടുണ്ട്. ഈ അടുത്ത സമയത്തുള്ളൊരു പുതിയ വാക്കാണ് ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇത് പണ്ട് തുടങ്ങി തന്നെയുണ്ട് ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അത് അന്ന് പറഞ്ഞു വെച്ചിരുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യബോധം നടപ്പിൽ വരുത്തുക, നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ ചോയ്സസിനെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതിൽ തന്നെയാണ് ആ ഒരു ലക്ഷ്യബോധത്തിന്റെ അളവുകൾ നിർണയിക്കപ്പെടുന്നത്. എന്താണ് നിങ്ങളുടെ ചോയ്സ്? ഇത് നമ്മളോട് തന്നെ ഒരു സെൽഫ് ടോക്കിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. മറ്റൊരാളുടെ മേൽ നമ്മുടെ ലക്ഷ്യബോധത്തിൽ ഉള്ള പ്രവർത്തനമോ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളോ നമ്മുടേതായ ഇഷ്ടങ്ങളോ അടിച്ചേൽപ്പിക്കേണ്ടതിൻ്റെയോ പറഞ്ഞു മനസ്സിലാക്കേണ്ടതിൻ്റെയോ ആവശ്യകതയൊന്നുമില്ല. നമുക്കറിയാം നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മൾ എവിടെ ചെന്ന് നിൽക്കണം, എന്താണ് എൻ്റെ കഴിവ്, എൻ്റെ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് ഏറ്റവും ആദ്യം മറ്റുള്ളവരെക്കാളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് തന്നെയാണ്. അവിടെയല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. ഒന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ കുട്ടികൾ അവർക്കിഷ്ടമുള്ള വഴികളിലൂടെ, അവർക്കിഷ്ടമുള്ള ആശയങ്ങളിലൂടെ നിങ്ങളോട് തുറന്ന് സംസാരിക്കുമ്പോൾ ആ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം മാത്രമായി നിങ്ങൾക്ക് നിൽക്കാൻ ശ്രമിക്കാം. താങ്ക് യു.